പാലക്കാട് വാണിയംകുളത്ത് പെട്രോൾ പമ്പിന് തീ വയ്ക്കാൻ ശ്രമം. ക്യാനിൽ വാങ്ങിയ പെട്രോൾ നിലത്തൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാണിയംകുളം ടൗണിലെ KM പെട്രോൾ പമ്പിലാണ് സംഭവം. 3 അംഗ സംഘം ബോട്ടിൽ പെട്രോൾ ആവശ്യപ്പെടുകയും ബോട്ടിൽ ഇല്ലെന്ന് പറഞ്ഞ് ജീവനക്കാരനോട് പ്രകോപിതരാകുകയുമായിരുന്നു. സംഭവത്തെ തുടർന്ന് പമ്പ് മാനേജർ ഷൊർണൂർ DYSPക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് പട്ടാമ്പിയിൽ നിന്ന് M വിഷ്ണു ചേരുന്നു. വിഷ്ണു, ഇതെന്താണ് ഈ പ്രകോപനത്തിന് കാരണം? എന്താണ് ഇവിടെ സംഭവിച്ചത്? ടോം, തിങ്കളാഴ്ച രാത്രി 11 മണിയോട് കൂടിയാണ് ഉണ്ടാകുന്നത്. വാണിയംകുളം ടൗണിൽ പാതയോരത്തുള്ള KM പെട്രോൾ പമ്പിലാണ് ഇങ്ങോട്ട് സംഭവം ഉണ്ടാകുന്നത്. അതായത് രാത്രി ഓട്ടോറിക്ഷയിൽ പെട്രോൾ വാങ്ങാൻ 3 പേരംഗ സംഘം എത്തുന്നു. അവർക്ക് കുപ്പിയിലാണ് പെട്രോൾ വേണ്ടത്, ഓട്ടോറിക്ഷ അടിക്കാനല്ല, കുപ്പിയിലാണ് പെട്രോൾ വേണ്ടത്. കുപ്പിയിൽ പെട്രോൾ വേണമെന്നും ബോട്ടിലും പമ്പുകാർ നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. ഇവർ മദ്യലഹരിയിലായിരുന്നുവെന്നും പമ്പുകാർ പറയുന്നുണ്ട്. ബോട്ടിൽ പമ്പിലില്ല എന്നും എണ്ണ വേണ്ടവർ, പെട്രോൾ വേണ്ടവർ കൊണ്ടുവരണമെന്നുമാണ് പമ്പിലെ ജീവനക്കാർ ഇവരോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇവർ പമ്പില് തിരഞ്ഞെടുക്കുകയും കുപ്പി ഉണ്ടോ എന്ന് സമയത്ത് തിരഞ്ഞെടുക്കുകയും ഇതിനൊപ്പം തന്നെ ഈ പമ്പ് ജീവനക്കാരെ അസഭ്യം പറയുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്ന് കുപ്പിയൊന്നും കിട്ടാതായതോടെ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഒരു ക്യാൻ എടുത്ത് അതിൽ പെട്രോൾ അടിച്ചു തരാൻ പറഞ്ഞു. അപ്പോഴൊക്കെ ഈ ജീവനക്കാരുമായി തട്ടിക്കയറുകയും അസഭ്യം പറയുകയും ചെറിയ തോതിൽ അക്രമ സംഭവങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്ന് ഈ പെട്രോൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ക്യാനില് പമ്പുകാർ പെട്രോൾ നിറച്ചു നൽകി. എന്നാൽ ഇവർ ഭയങ്കര പ്രകോപിതരായിരുന്നു. ഇവർ ഈ ക്യാനിലെ നിറച്ച പെട്രോളിൽ കുറച്ച് ഈ ഡിസ്ട്രിബ്യൂഷൻ മെഷീന്റെ തൊട്ട് താഴെ ഒഴിച്ച് തീ കൊളുത്തുമെന്നും പമ്പ് കത്തിക്കുമെന്നും ഒക്കെ ആക്രോശിക്കുകയും ജീവനക്കാരെയോട് തട്ടിക്കയറുകയും അസഭ്യം പറയുകയും തീപ്പെട്ടി കത്തിക്കാനുള്ള ശ്രമം നടത്തുകയുമാണ് ചെയ്തത്. ഈ സമയം പെട്രോൾ ജീവനക്കാരൊക്കെ തമ്മിൽ സംസാരമുണ്ടായിരുന്നു. തുടർന്ന് തീ കത്തിച്ചൊന്നുമില്ല. ഇവർ ഭീഷണിക്കും ഇതിനൊക്കെ എതിരായിട്ട് പമ്പിലെ ജീവനക്കാർ ഷൊർണൂർ DYSPക്ക് CCTV ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിട്ടുണ്ട്. ഷൊർണൂർ പോലീസ് പരാതി ഫയലിൽ സ്വീകരിച്ച് അന്വേഷണം നടത്തി വരുന്നുണ്ട്. വാഹനങ്ങൾ അടക്കമുള്ള നമ്പറുകൾ വെച്ച് പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. വ്യക്തമാണ്. M വിഷ്ണു ആണ്.